ഇവിടെ വരുന്നവർക്കൊക്കെ 100 റുപ്യ തരുന്നുണ്ട് പറഞ്ഞിട്ടോ, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. അത് കഴിഞ്ഞ പ്രാവശ്യം നേതാവ് മത്സരിച്ചപ്പോ കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം നേതാവ് മത്സരിക്കുന്നില്ല, അതുകൊണ്ട് പൈസയും കൊടുക്കണില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഒന്നും കിട്ടൂലല്ലേ. നമുക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ഒന്നും കൊടുക്കണില്ല, ഒന്ന് പോടും. അതൊക്കെ പോട്ടെ, ഇവിടെ വേറെ സ്ഥാനാർത്ഥിയതല്ല. അത് നിക്കറിയില്ല, ഈ എന്നെ പോയിട്ടാണ് അന്വേഷിച്ചൂടെ. ഓരോന്ന് വരും രാവിലെ തന്നെ. നിങ്ങൾ ചൂടാവല്ലേ, ഒരു 100 റുപ്യ കടം തരുമോ? നേതാവിന്റെ ഒപ്പം നടക്കൊണ്ട് ഞാൻ എന്നെ 500 റുപ്യ കണ്ടിട്ട് മാസങ്ങളോളായി. എന്റെ ഒരു 100 റുപ്യ ഈ ഒന്ന് പെയ്ക്ക ചങ്ങായി. ഒന്ന് പോടോ, നിങ്ങളൊന്നും ഒരു കാലത്തും കുടം പിടിക്കും. ആരടാ തെറി പറഞ്ഞു പോണ്? അത് പൈസക്ക് തന്നതാ. പിന്നെ തെറി പറയാനും കുറെ ആൾക്കാർ വരലുണ്ടല്ലോ, അതിന് മാത്രം നേതാവ് ചെയ്ത് വെച്ചിക്കണല്ലോ. പൈസ ചോദിച്ചു വരുന്ന ആൾക്കാരെ കൊണ്ട് കുടുങ്ങിക്കണു. ഇപ്രാവശ്യം ഞാൻ മത്സരിക്കണില്ല എന്നെങ്കിൽ നാറികൾക്കൊന്നും അറിയില്ല. ഒരുത്തനതാ മിഞ്ഞാന്ന് വന്നതാണ് 500 വേണം പറഞ്ഞാണ്ട് അവിടെ കിടന്ന് ഉറങ്ങി ചെയ്ത് എണീറ്റ് പോണില്ല. ശല്യം. ഏതായാലും ജിന്റെപ്പൊന്ന് വാ, നമ്മളാ ഉണ്ണിണ്ടല്ലോ ഒപ്പം ഞാൻ സ്ഥാനാർത്ഥി അല്ലാത്തോണ്ട് ഇന്നിട്ട് പോയിക്കണു. ഒപ്പം മറ്റേ പാർട്ടിന്റെ ഒപ്പാണ്, ഓണെന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നിൽ കൂടി പോകണ്ട. ഇത്രയും വലിയ വിലന്റെ ഗേറ്റ് വെച്ചിക്കാണ് നമുക്ക് മുന്നിൽ കൂടി പോകണ്ടെന്നോ? അതെന്താ? ജനങ്ങളവിടെ കാത്തിക്കൊണ്ട് അതിന് മാത്രം വികസനം കൊടുന്ന് പൊറുതി മുട്ടിച്ചല്ലേ. ഇതെന്തെന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ട്? ഈ ജനങ്ങളൊക്കെ ഞാൻ പേടിച്ചെന്നോ? അല്ലെങ്കിൽ നേതാവേ, പണാധിപത്യം പോയിട്ട് ജനാധിപത്യം തന്നെ വരണം, എന്നാലും നാട് നന്നാവുള്ളൂ. അജി പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മളെ വാർഡില് ഇപ്രാവശ്യം നമ്മളെ പാർട്ടിക്കെതിരെ മത്സരിക്കണ വേറൊരു വാർഡിൽ നിന്ന് വന്ന ഒരാളാണ്. ഭയങ്കര പൈസക്കാരനാണെന്ന് ഞാൻ കേട്ടത്. ആരാടാ അത്? ഭയങ്കര പൈസക്കാരൻ തന്നെയാണ്, മൂലത്തിൽ സുക്കൂർ. എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? പേര് മൂലത്തിൽ സുക്കൂർ എന്നല്ലേ? ആ പേരുമ്പോ തന്നെ അയാൾ തോറ്റു. റഷീദ, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നല്ല മത്സരിക്കാരട്ടോ. എല്ലാ പാർട്ടിക്കാർക്കും നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥികളാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷെ പഴയ മെമ്പർ ഉണ്ടല്ലോ, ഓനെന്റെ കജ്ജുകൂട്ടി ആ മൂലക്കെട്ട് കുത്തും. 5 പൈസന്റെ ഉപകാരം ഉണ്ടായിട്ടില്ല. ആ കുത്തിത്തീർപ്പ് റഷീദാണ് ഇരിക്കണ്ടേ. ഓന്റെ മുന്നിൽ പെട്ടിട്ടുണ്ടല്ലോ വെറും ചോദ്യങ്ങളേക്കാരോ. എന്തപ്പോ നമ്മൾ ജഡ്ജാ? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളാണ് നടന്നുകൂടിയാണ്. പറഞ്ഞ് നാക്ക് തൊള്ളിക്കെടുത്തിട്ടില്ല, അത് വരുന്ന നമ്മളെ പഴയ മെമ്പർ. പോട്ടെ. എന്താ എനിക്ക് വേണ്ടി? നേതാവിനെ തടഞ്ഞു നിർത്താനൊക്കെ ആയോ? എന്ത് തേങ്ങാക്കോല അന്റെ മെമ്പർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്തത് അങ്ങോട്ട് പറയാ. എനിക്ക് അപ്പോഴുള്ളാണ് ഒരു ചോദ്യം ചോദിച്ചല്ലേ, അന്റെ ചോദ്യങ്ങൾ തീരൂല. ഞാനിവിടെ ചെയ്ത വികസനത്തിന്റെ ഒക്കെ തെളിവ് എന്റെ അടുത്തുണ്ട്. ഓൻ പറഞ്ഞാലും കാര്യമുണ്ട്, തെളിവാണ്ട് കൊടുക്കാൻ. കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസനത്തിന്റെ തെളിവുകളൊക്കെ വാങ്ങിക്കാണ്ട് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നിങ്ങൾക്കൊക്കെ തെളിവ് വേണം, അത്രല്ലേ ഉള്ളൂ. ഞാൻ ഈ വാർഡിൽ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ് നിങ്ങൾക്ക് വരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഞാൻ എന്ത് ഈ വാർഡിൽ ചെയ്തു എന്ന്. അപ്പൊ അതിനൊരു തെളിവാവും. ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക് തെളിവുകൾ കിട്ടിയില്ലേ? ഇതന്നെ സംഗതി ഇല്ലേ? തെളിവ് ഇതിന്റെ മേലെന്ത് തെളിവാ? മാറിക്കിങ്ങണ്ട്. അയാൾ പറഞ്ഞത് ശരിയാണ്. അയാൾ ചെയ്ത സംഭവങ്ങൾക്ക് നമ്മളോട് തെളിവ് സഹിതം പറഞ്ഞില്ലേ? അയാൾ ഭയങ്കര സംഭവമാണ്. വെറുതെ അല്ല പറയുന്നത്, പൊതുജനങ്ങൾ കഴുതകളാണ്, അത് മനസ്സിലായി.